ഈ വെക്കുന്ന മാസ്കിനൊക്കെ ഭയങ്കര ഹെവി വെയിറ്റ് ഒക്കെ മരം 14 കിലോ വെയിറ്റ് ഉള്ള വരാൻ മുകളിൽ വീണ്. അപ്പൊ നമുക്ക് കുമ്മാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഉള്ള എന്റെ ഏറ്റവും വലിയൊരു ഉത്സവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുമ്മാട്ടിയാണ്. തൃശ്ശൂർ പൂരത്തിന് ഏറ്റവും കൂടുതൽ കിഴക്കുമാട്ടുകാരുടെ ഉത്സവം എന്ന് പറഞ്ഞാൽ കുമ്മാട്ടിയാണ്. അത് ശരിക്കും പറയാന്ന് വെച്ചാൽ വൃദ്ധം എടുത്തിട്ട് തന്നെ കെട്ടണം. ഇപ്പോഴത്തെ തലമുറ വരുന്ന ആൾക്കാരൊന്നും അധികം വൃദ്ധം കാര്യങ്ങളൊന്നും എടുക്കാറില്ല. കളക്ടർ വിഷ്ണു സാറിന്റെ മുന്നിൽ പോയിട്ട് സംസാരിക്കാൻ വന്ന. അപ്പൊ വിഷ്ണു സാറിന്റെ അടുത്ത് ഞാൻ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഫയറിന്റെ ഒരു ടീം വന്നിട്ട് വെള്ളാർമലയുടെ മുകളിലേക്ക് ഡീസൽ എത്തിക്കാൻ പറ്റണില്ല സാറേ, അവിടെ വണ്ടി പോണില്ല ഇറങ്ങണില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് വന്ന് പറയണത്. അപ്പൊ ആ സാർ എന്നോട് ചോദിച്ചു ഡീസൽ എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നിരപ്പായിട്ടുള്ള സ്ഥലമല്ല, വീടും മരങ്ങളും കല്ലുകളും ഒക്കെ വന്ന് കിടന്നിട്ട് ഒരു ചവിട്ടി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കുഴിയുണ്ടോ എന്തുണ്ടോ എന്നുള്ള വരെ പേടിയാണ് അവിടെ. ഒരു കാര്യം വെച്ചാലേ മലയാളികൾ ഇങ്ങനത്തെ അപകടത്തില് ഒന്നിക്കുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞത് മറക്കാണ്. ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് വ്യത്യസ്തരായ രണ്ടാളുകളെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താനാണ്. വയനാടിന്റെ ധീര നായകനായിട്ടുള്ള അജീഷ് ചേട്ടനും അദ്ദേഹത്തിന്റെ സഹോദരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, കേരളത്തിലെ ആദ്യത്തെ വനിതാ കുമ്മാട്ടിയായിട്ടുള്ള സബിത ചേച്ചി. രണ്ടുപേർക്കും വെൽക്കം ടു സ്റ്റോറീസോ. എന്താണ് രണ്ടുപേരും എന്ത് പറയുന്നു? സുഖായിരിക്കണോ? ഓണൊക്കെ അടിച്ചു പൊളിച്ചു? സബിത ചേച്ചിയുടെ അടുത്താണ് ആദ്യം ചോദിക്കാനുള്ളത്. ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ? അപ്പൊ അജീഷ് ചേട്ടൻ ഇടിക്കുന്നുണ്ടെങ്കിലും സബിത ചേച്ചി എങ്ങനെയാണ് ഈ കുമ്മാട്ടി കെട്ടാനായിട്ടുള്ള എന്നാണ് തോന്നിയത്? ഈ കുമ്മാട്ടി കെട്ടാം എന്ന് തോന്നിയത് എങ്ങനെയാണ്? ഞാന് ചെറുപ്പം മുതലേ കുമ്മാട്ടി കണ്ട് വരുന്നതാണ്. അപ്പൊ പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ അനിയനോട് ചോദിച്ചു പെണ്ണുങ്ങൾക്ക് കെട്ടാൻ പറ്റുമോ എന്ന്. അപ്പൊ ആളിവിടെ നമ്മുടെ പ്രസിഡന്റിന്റെ സുരേന്ദ്രത്തിലേക്ക് ചോദിച്ചു. അപ്പൊ പിന്നെ അങ്ങനെ ആള് മുന്നിലേക്ക് എടുത്ത് അങ്ങനെ കെട്ടി. ഇതിന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഡാൻസ് അറിയണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കലകളിലെ എന്തെങ്കിലും പ്രാതിനിധ്യം വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എനിക്ക് അറിയില്ല. ആർക്കും കെട്ടാം. ഓക്കെ, അതിനനുസരിച്ച് നമ്മള് കളിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ഡാൻസ് അറിയണം, പാട്ട് അറിയണം അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇത് ഭയങ്കര റിസ്കി അല്ലേ ഇത്രയും ഇത് വലിഞ്ഞു മുറുക്കി കിട്ടാന്നൊക്കെ പറയുമ്പോ? അതെങ്ങനെയാണ് അതിന്റെ പ്രോസസ്സുകളൊക്കെ എങ്ങനെയാണ്? ഇത് നമ്മള് പുല്ലാണ്, അത് വലിച്ചു മുറുക്കിയിട്ടാണ് കെട്ടുക. ഇവിടെ നിന്ന് നമ്മള് അത്യാവശ്യം ദൂരം നടക്കാനുണ്ട്. അപ്പൊ ഈ പുല്ല് അഴിഞ്ഞു പോവാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മള് വലിച്ചു മുറുക്കി വേദന എടുക്കില്ലേ ഇതൊക്കെ? അത് വലിച്ചു മുറുക്കി കെട്ടിയിട്ടാണ് നമ്മള് തുള്ള. SN വരെ നമ്മള് പോകും. തിരിച്ചവിടെ നിങ്ങള് അവിടെ വെച്ച് അഴിക്കണമെങ്കിൽ അഴിക്കാം, പക്ഷെ തിരിച്ചിവിടെ വന്ന് ലാസ്റ്റ് കലാശക്കൂട്ട് കഴിയണവരെ. ഇപ്രാവശ്യത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാലും അവസാനം വരെ ഞാൻ കെട്ടി. ഇപ്പൊ വന്നപ്പോ അജീഷ് ചേട്ടൻ പറയണ്ടായിരുന്നു ആ ഒരു പുകയൊക്കെ അടിച്ചിട്ട് ആകെ തളർന്നു പോയില്ല എന്നുള്ളൂന്ന്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തു പ്രത്യേകം പറഞ്ഞായിരുന്നു കേട്ടോ. ബബിളിന്റെ ഉള്ളിൽ സ്മോക്ക് ഉള്ള ഒരു നമ്മളിപ്പോ പൊട്ടിക്കുമ്പോ ഒരു ഇങ്ങനെ നമ്മള് കൊട്ടിന്റെ മൂലെത്തുമ്പോ പൊട്ടിക്കുമ്പോ ഒരു ബബിളിന്റെ ഉള്ളിൽ സ്മോക്ക് വെച്ചിട്ടുള്ള ഇതുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് കിടന്ന ഐശ്വര്യ സെന്റർ കിടന്നപ്പോ ഫുൾ ക്രൗഡായി. ആൾക്ക് നമ്മൾ വിചാരിക്കാ എല്ലാ പ്രാവശ്യത്തിലും കൂടുതൽ ജനം ആയിരുന്നു. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് തിങ്ങി കയറാൻ പോകുമ്പോ ഈ മുഖം വെക്കുമ്പോ ബ്രീത്തിങ് കുറവായിരിക്കും. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ ഈ പുകയും കൂടിയും ഉള്ളിലേക്ക് വരുമ്പോഴേ ആൾക്ക് ശ്വാസം കിട്ടാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ അതിന്റെ തിരക്കിന്റെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് കുറച്ചു പേരെ മാറ്റി നിർത്തിയിട്ട് ഒന്ന് ഫ്രീ ആക്കിയപ്പോ ഇത്രയും ക്രൗഡായിരുന്നു. ഈ വെക്കുന്ന മാസ്കിനൊക്കെ ഭയങ്കര ഹെവി വെയിറ്റ് ഒക്കെ മരം 14 കിലോ വെയിറ്റ് ഉള്ള വരാൻ മുകളിൽ വേറെ ഇത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? പിന്നെ അത് മാത്രല്ല, നമ്മള് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ വൃദ്ധം എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും നിബന്ധനകളുണ്ടോ വൃദ്ധം എടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള? ഇത് എന്തായാലും ഞാനൊരു ലേഡിയായ കാരണം കൊണ്ട് ഞാൻ വൃദ്ധം എടുത്തിട്ട് ഇത് ചെയ്യാറുള്ളത്. അല്ലാതെ അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള നിബന്ധനകളൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു ഇതാണോ? അങ്ങനെയൊന്നല്ല. ശരിക്കും ഇത് കുമ്മാട്ടി മുഖം കെട്ടണത് വൃദ്ധൊക്കെ എടുത്തിട്ട് തന്നെയാണ് കെട്ടണത്. പണ്ടത്തെ ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവന്റെ ഭൂതഗണങ്ങളാണ് നമ്മളെ കുമ്മാട്ടി എന്ന് പറയണത്. അത് ശരിക്കും പറയാന്ന് വെച്ചാൽ വൃദ്ധം എടുത്തിട്ട് തന്നെ കെട്ടണം. ഇപ്പോഴത്തെ തലമുറ വരുന്ന ആൾക്കാരൊന്നും അധികം വൃദ്ധം കാര്യങ്ങളൊന്നും എടുക്കണില്ല. പക്ഷെ എന്നാലും എടുക്കണവരൊക്കെ ഉണ്ട് കേട്ടോ. ഭൂരിഭാഗം ആൾക്കാര് വൃദ്ധൊക്കെ എടുത്തിട്ട് തന്നെയാണ് അതിനെ കെട്ടണതും കാര്യങ്ങളും ചെയ്യണത്. ഇതിലിപ്പോഴേ നമ്മള് ആചാരത്തിന്റെ ബേസിൽ ഇങ്ങനെ നമുക്ക് കുമ്മാട്ടി കെട്ടാം. മറ്റൊരു ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ടും നമുക്കിത് ചെയ്യാം. ചേച്ചി എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് ചെയ്യണേ? ആചാരത്തിന്റെ പുറത്ത് ചെയ്യണതാണ്. നമ്മുടെ ഫാമിലി അതിന് ഭയങ്കരമായിട്ട്
സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു അല്ലെ? അതെ, അജീഷ് ചേട്ടനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സപ്പോർട്ടീവ് ആയിട്ട് ചേച്ചിയുടെ ബാക്കിൽ ഉള്ള ഒരു വ്യക്തിയാണ് അജീഷ് ചേട്ടൻ. ഞാൻ ചെറുപ്പം തൊട്ട് ഈ കുമ്മാട്ടി കണ്ടിട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ ഞാനിപ്പോ വടക്കുമുറിയിലെ വൈസ് പ്രസിഡന്റ് ആണ്, പിന്നെ ഇവിടെ ഞങ്ങളുടെ അസോസിയേഷനിലെ സെക്രട്ടറി കൂടിയാണ്. അപ്പൊ നമുക്ക് കുമ്മാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഉള്ള എന്റെ ഏറ്റവും വലിയൊരു ഉത്സവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുമ്മാട്ടിയാണ്. തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും കൂടുതൽ കിഴക്കുമാട്ടുകാരുടെ ഉത്സവം എന്ന് പറഞ്ഞാൽ കുമ്മാട്ടിയാണ്. അത് കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് എന്തും. അത് കാരണം അതിനോടുള്ള ഒരു ആ അജീഷേനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇനി അറിയേണ്ടത് അല്ലെ? ഇത് ദുരൂഹതകളുടെ ആ കെട്ടിങ്ങനെ അഴിക്കാനുള്ള സമയമായിരിക്കാണ്. ഇത്ര നേരം ചേച്ചി അധികം സംസാരിച്ചില്ലെങ്കിലും പകുതി സപ്പോർട്ട് ചെയ്ത് നിന്നത് അജീഷേട്ടൻ കാരണമാണ് കേട്ടോ. അതെ, അപ്പൊ അജീഷേട്ടൻ എല്ലാവർക്കും പരിചിതനാണ്. ആ ഒരു വയനാട്ടിലെ ധീരനായകനായി വിലസിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അല്ലെ അജീഷേട്ടാ? നമ്മള് ധീരനാവാൻ വേണ്ടിട്ടൊന്നും പോയതൊന്നല്ല, അങ്ങനെയല്ല. AK ക്രെഡിറ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിനാൻസിന്റെ കളക്ഷൻ റിക്കവറി ആണ് എനിക്ക് ഓൾ കേരള ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വയനാടൊക്കെ എന്റെ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഈ പ്രളയം ഈ ദുരന്തം ഉണ്ടായപ്പോ ഞാൻ ആദ്യം അവരെ വിളിച്ചത്. ഈ മുണ്ടക്കയം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മാസം മുന്നേ 1.5 മാസം മുന്നേ ഈ ദുരന്തം ഉണ്ടായ സ്ഥലത്ത് നിന്ന് ഞാൻ പോയി വന്ന ആളാ. അപ്പൊ എന്റെ സ്റ്റാഫുകളെ ആയാലും ഞാൻ വിളിച്ചു. അവിടെ അന്ന് ഈ പറ്റിയ സമയത്ത് തന്നെ ഞാൻ അവരെ വിളിച്ചപ്പോ അവര് സേഫ് ആണ്. പക്ഷെ അവരെ കൂടെ ഉണ്ടായിരുന്നു, എന്റെ കൂടെ ഉണ്ടായിരുന്നു, അവര് പോയി എന്നൊക്കെ പറഞ്ഞപ്പോ അവരുടെ ഫോണിൽ കൂടെ ഉള്ള ഒരു സംഭാഷണത്തിലും പിന്നെ ഞാൻ തന്നെ ഇവിടെയും വെള്ളം കയറി. ഞാൻ ഇപ്പൊ ഇവിടെ താമസിക്കുന്ന നെല്ലങ്കരയാണ്. ഇവിടെ ഇപ്പൊ വഴിയില് ചെറിയ പ്രശ്നം കാരണം നമുക്ക് വണ്ടിയുടെ സൗകര്യം ഇല്ലാത്ത കാരണം ഞാൻ ഒരു വീട് സൗകര്യത്തിന് എടുത്തോക്കാണ്. അത് അവിടെയും വെള്ളം കയറി. ഞാൻ ആദ്യം താമസിച്ചു പറഞ്ഞ കുണ്ടുവാറ എന്റെ ഫ്രണ്ട്സുകളുണ്ട്, അവിടെ മ്യൂസിയം ക്രോസ് ലൈനുണ്ട്, അവിടെ ഒക്കെ വെള്ളം കയറി. ഈ പ്രാവശ്യം ഭയങ്കരമായിട്ട് വെള്ളം കയറി വരുമ്പോ അവിടെയും ഞാൻ എന്റെ വണ്ടിയിൽ തന്നെയാണ് ഒരുപാട് പേരെ കൊണ്ടുപോലും ആക്കലൊക്കെ ആയി കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വയനാട്ടിലേക്ക് പോണത്. അതെ, അല്ല നമ്മൾ കാണുമ്പോ തന്നെ ഭീതിപ്പെടുത്തുന്ന ആ ഒരിടത്തേക്ക് വണ്ടി കൊണ്ട് പോവാം എന്ന് തോന്നിയത് അത് എപ്പോഴായിരുന്നു? നമ്മളെ കൊണ്ട് എന്തെങ്കിലും, നമുക്കിപ്പോ ലക്ഷങ്ങളോ കോടികളോ കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാഹചര്യം ഇല്ല. നമുക്ക് അവിടെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം നമുക്ക് ചെയ്യാന്നുള്ള ഒരു മനസ്സിൽ എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, എന്റെ ക്ലബിലുള്ള എല്ലാ ഒരുമിച്ച് പോവാന്നുള്ള ഒരു പരിപാടിയിൽ തന്നെയായിരുന്നു. പക്ഷെ അവിടെ കടത്തി വിടില്ല, ഉള്ളിലേക്ക് കടക്കാനും ബുദ്ധിമുട്ട്, വാഹനങ്ങൾക്ക് അങ്ങോട്ട് കടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കടത്തി വിടില്ല. ഇപ്പൊ നമ്മളിവിടെ എന്തെങ്കിലും കയറ്റി വിട്ടാൽ തന്നെ താമരശ്ശേരി അവിടെ വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് കയറ്റിയിട്ടാണ് സാധനങ്ങൾ വിടുന്നത്. കയറ്റി വിടാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു, പാസില്ലാണ്ട് കടത്തി വിടില്ല എന്നും പറഞ്ഞു. അന്ന് ക്ലബിലത്തെ ഒരു അംഗം പിന്നെ എന്റെ ഒരു ഓഫീസ് സ്റ്റാഫും കൂടിയിട്ട് ഞാൻ അങ്ങോട്ട് പോവാണ് ചെയ്യുന്നത്. അങ്ങോട്ട് വയനാട്ടിലേക്ക് കയറി പോവാണ് ചെയ്തത്. അവിടെ കയറി ചെന്നിട്ട് ഫസ്റ്റ് കാണുന്നത് നമ്മുടെ അവിടുത്തെ ഒരു ഹിന്ദു ഐക്യവേദിയുടെ ഒരു പ്രസാദ് സാറും പിന്നെ ഒരു അവരെ ആണ് ഞാൻ മുഖ്യമായിട്ട് സേവാഭാരതിയുടെ ഒരാൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരെ പോയിട്ട് കണ്ടു, സംസാരിച്ചപ്പോ പറഞ്ഞു എന്റെ വണ്ടി ഉണ്ട്, എനിക്ക് എന്ത് വേണമെങ്കിലും ഓടാം, ആൾക്കാരെ എന്ത് സഹായിക്കാൻ എവിടെയെങ്കിലും പോകാൻ എന്തിനും ഞാൻ തയ്യാറാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോഴാണ് നമ്മുടെ സബ് കളക്ടർ വിഷ്ണു സാറിന്റെ മുന്നിൽ പോയിട്ട് സംസാരിക്കാൻ വന്നത്. അപ്പൊ വിഷ്ണു സാറിന്റെ അടുത്ത് ഞാൻ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഫയറിന്റെ ഒരു ടീം വന്നിട്ട് വെള്ളാർമലയുടെ മുകളിലേക്ക് ഡീസൽ എത്തിക്കാൻ പറ്റണില്ല സാറേ, അവിടെ വണ്ടി പോണില്ല, ഇറങ്ങണില്ല എന്ന് ആ സമയത്താണ് വന്ന് പറയണത് അവിടെ. അപ്പൊ ആ സാർ എന്നോട് ചോദിച്ചു, ഡീസൽ എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു, അവിടേക്ക് വണ്ടി കയറാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിക്കാം സാറേ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഡീസലിന്റെ ക്യാനുകൾ എനിക്ക് വണ്ടിയിൽ വെച്ച് തന്നിട്ട് ഞാൻ പോണത്. അങ്ങോട്ട് ഒരു വണ്ടിയും കയറിണ്ടായിരുന്നില്ല. ഒറ്റ വണ്ടിയും കയറാത്ത സ്ഥലത്തേക്കാണ് അന്ന് ഞാൻ കയറി പോയത്. അന്ന് ആ കയറി പോകുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയറിന്റെ സാറന്മാര് ഒരു 30 ലിറ്ററും 60 ലിറ്ററിന്റെ ഒക്കെയാണ് ക്യാനുകൾ. അത് തൂക്കി പിടിച്ചിട്ട് വേണം ഈ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നിരപ്പായിട്ടുള്ള സ്ഥലമല്ല, വീടും മരങ്ങളും കല്ലുകളും ഒക്കെ വന്ന് കിടന്നിട്ട് ഒരു ചവിട്ടി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കുഴിയുണ്ടോ എന്തുണ്ടോ എന്നുള്ള വരെ പേടിയാണ് അവിടെ. അതുപോലെയായിരുന്നു ആ സ്ഥലം മൊത്തം. അതിലാണ് ഫയറിന്റെ സാറന്മാരും എന്റെ ക്ലബിലത്തെ ഒരു ലെനിൻ എന്ന് പറഞ്ഞ ഒരാളും കൂടി ഉണ്ടായിരുന്നു എന്റെ കൂടെ. അപ്പൊ ആള് അത് ക്യാൻ വരെ പിടിച്ചിട്ട് അങ്ങ് സഹായിച്ചിട്ടാണ് അങ്ങനെ കൊണ്ടുപോകണ്ടായിരുന്നത്. ആ സ്ഥലത്തേക്കാണ് എന്റെ വണ്ടി ഞാൻ കയറ്റി കൊണ്ടുപോയിട്ട് ഇറ്റാച്ചേരി JCBയുടെ അടുത്തേക്ക് വരെ എത്തിച്ചു. വണ്ടി അവിടെ എത്തിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് 10-14 ദിവസം ആ ഒരു ഓട്ടം തന്നെയായിരുന്നു ഓടി ഓടുന്നത് ഞാൻ അവിടെ ഉള്ളിൽ. അവിടുത്തെ ആ എക്സ്പീരിയൻസ് അതെങ്ങനെയാണ് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുക? മാഡം, എനിക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ചെല്ലുമ്പോൾ ദുരിതഭൂമിയിൽ ഡീസൽ എത്തിക്കലും അവിടത്തെ ഇത് കാണുമ്പോഴും കാണുമ്പോഴൊന്നും എനിക്ക് അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. പക്ഷെ ഞാൻ അവിടെ ഒരു 5 മണി 4:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമ്പിൽ പോവും. അജീഷേട്ടൻ പോവായിരുന്നു ക്യാമ്പുകളിൽ പോവും. ക്യാമ്പിൽ പോയിട്ട് അവിടെ ആയിട്ടുള്ളവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് വന്നപ്പോഴാണ് ശരിക്കും ഞാൻ തകർന്നു പോയത്. ക്യാമ്പിലത്തെ കുഞ്ഞു കുട്ടികള്
ഒരു കുടുംബത്തിലത്തെ 3 പേര് പോയി, അപ്പുറത്തെ കുടുംബത്തിൽ ഇപ്പൊ എന്റെ അയലക്കാണെന്നുണ്ടെങ്കിൽ എന്റെ ഈ വീട്ടില് 2 പേര് പോയി, അപ്പുറത്ത് 3 പേര് പോയി, അപ്പുറത്ത് 4 പേര് പോയിട്ട് ഒരു ക്ലാസ് റൂമില് ആ ഒരു കുടുംബം ഒറ്റയ്ക്ക് നിന്നിട്ട് അവിടെ താമസിക്കുന്നത്. അവരെല്ലാരും കൂടി ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നത്. 3 വീട്ടുകാരും കൂടിയിട്ട് ഒരു കുടുംബമായിട്ടാണ് ഒരു ക്ലാസ് റൂമിൽ താമസിക്കുന്നത്. അതൊക്കെ കണ്ടപ്പോ സത്യം പറഞ്ഞ മനുഷ്യൻ ഒരു കാര്യം വെച്ചാലേ മലയാളികള് ഇങ്ങനത്തെ അപകടത്തില് ഒന്നിക്കുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞ അത് മറക്കാണ്. തീർച്ചയായിട്ടും ഇപ്പൊ വയനാട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുമ്പോ മനസ്സിൽ പോയി വിട്ടു, ഓരോരുത്തരും രീതികളിലായി. അത് മാത്രമുള്ള ഒരു വിഷമമുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ മലയാളികൾ എല്ലാവരും ഒന്നിക്കുന്നുണ്ട്, അത് കണ്ടപ്പോ നല്ല സന്തോഷമുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും എന്തിക്കുന്നുണ്ട്. പക്ഷെ അത് മറക്കരുത് എന്നുള്ളൊരു ഇതുണ്ട്. എന്ത് കാര്യങ്ങളും എന്ത് വന്നപ്പോഴും എല്ലാരും ഒന്നിക്കുന്നുണ്ട്. പക്ഷെ അത് ആ സമയം കഴിഞ്ഞാൽ എല്ലാരും ഇത് വിട്ടുപോവാണ്. അത് വിട്ടുപോകാണ്ട് ഒന്നിക്കാന്നുണ്ടെങ്കിൽ നമ്മളെ മലയാളികളൊപ്പം ഒരാളും കട്ടക്ക് പിടിക്കാറുണ്ടാവില്ലേ. അജീഷേന്റെ വണ്ടിക്ക് നല്ല പണി ആയിട്ടുണ്ടാവില്ലോ അല്ലെ? അത്യാവശ്യത്തിൽ അറിയുന്നുണ്ട്. അതെ, എങ്ങനെ അതിന് നമ്മുടെ സർക്കാരിൽ നിന്നൊക്കെ ഇല്ല ഒരു രൂപ ഞാൻ തന്നെയാണ് ചെയ്യണത്. ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇവിടുന്ന് പോകുമ്പോ തന്നെ ഡീസലൊക്കെ അടിച്ചത് ഞാൻ തന്നെയാണ്. ഡീസൽ അടിച്ചിട്ടൊക്കെ തന്നെയാണ് ഞാൻ പോയിട്ടുള്ളത്. ശരിക്കും നിങ്ങളത് അതിന് അർഹതപ്പെടുന്ന ആളുകളാണല്ലോ, ശരിക്കും അത് കിട്ടേണ്ടതല്ലേ? ഇല്ല, വണ്ടിയുടെ ഇതൊന്നും സർക്കാരിന്നല്ലോ. നമ്മള് സർക്കാർ നിർബന്ധിച്ചിട്ടൊന്നല്ലോ, നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റണത്. ഇപ്പൊ ഞാൻ ചെയ്യാൻ പറ്റണത് നമുക്ക് ചെയ്തു എന്നുള്ളൊരു മനസ്സിൽ ഒരു സന്തോഷം എനിക്കുണ്ട്. അവിടെ ഇപ്പൊ ക്യാമ്പിലായാലും അവിടെ പോയിട്ട് അത്യാവശ്യം വേണ്ട സഹായങ്ങൾ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ട്. നമ്മളൊന്നും കിട്ടുന്നുള്ള പ്രതീക്ഷയും ഒന്നുമില്ല. ഇതന്നെ ഇങ്ങനെ എന്നെ അറിയണത് തന്നെ വലിയൊരു ആയിട്ടുണ്ട്. നമ്മളൊരു ഞാൻ പറഞ്ഞില്ലേ, അവിടെ നിന്ന് വരുമ്പോ ഒരു പൂച്ചോണ്ട് കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിലും കൂടി ഒന്നല്ല നമ്മൾ ഇവിടുന്ന് വന്നതും പോയതൊന്നല്ല. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോയുടെ മുമ്പിലും ക്യാമറയുടെ മുമ്പിലൊക്കെ ലൈഫിൽ ആദ്യമായിട്ട് ഇരിക്കാൻ പറ്റണത് തന്നെ മോളിലുള്ള ഒരാളുടെ ഇതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് വേണ്ടി ചെയ്യാനായിട്ടുണ്ട്. ചെയ്യാൻ പറ്റണത് നമ്മൾ ചെയ്യും. അതെ. ഇനി ബാക്ക് ടു ചേച്ചിയിലേക്ക് വരാം. ചേച്ചി ഇങ്ങനെ മിണ്ടാണ്ട് ഇതൊക്കെ കേട്ടിരിക്കുകയാണ്. ചേച്ചി എങ്ങനെയാണ് ഈ കുമ്മാട്ടിയുടെ ഡാൻസ് ഒക്കെ കളിക്കുക, അതായത് സ്റ്റെപ്സ് ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണോ? അതെ, ഓട്ടോമാറ്റിക്കലി വരും. അതെ, ഇത് ഈ പറയണ പോലെ എല്ലാ ലേഡീസിനെയും ഇതിലേക്ക് ചേച്ചി എങ്ങനെ വരൂ, നമുക്ക് എല്ലാവർക്കും കുമ്മാട്ടി കെട്ടാം എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ അത് ഓരോരുത്തരും ഇഷ്ടമല്ല, എല്ലാവരുടെ ഇപ്പൊ ഇറങ്ങണമെന്ന് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. പക്ഷെ ചിലവരുടെ ഹസ്ബൻഡ്സും കാര്യങ്ങളൊന്നും സമ്മതിക്കില്ല. അപ്പൊ ആരും നിർബന്ധിക്കില്ല. അവരുണ്ടെങ്കിൽ അവർക്ക് വരാം. അവരും കൂടി. അതെ, ഇത് ആദ്യം ഇറങ്ങിയപ്പോ ചേച്ചിയുടെ കൂടെ 2-3 പേര് ഉണ്ടായിരുന്നു. പിന്നെ എന്റെ കൊലീഗ് പിന്നെ അജീഷ് ഉണ്ടായിരുന്നു. അതെ അല്ലെ, അജീഷന്റെ വൈഫ് കൂടെ ഉണ്ടായിരുന്നു. മാം ആദ്യം ഇവര് വനിത കെട്ടാൻ പോകുമ്പോ കൊറേ എതിർപ്പുകളുണ്ടായിരുന്നു. എത്തിക്കില്ല, എന്തിനു വേണ്ടി കെട്ടാണ്, പകുതി എത്തിക്കില്ല, ആ സെന്റർ കിടക്കില്ല, അവിടെ നിന്ന് പകുതി വരെ എത്തില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു വനിതകള്. അത് ആണുങ്ങൾ കെട്ടിയിട്ട് പോലും അവർക്ക് പകുതിയിൽ വീർപ്പൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വനിത കെട്ടി നടക്കാന്ന് പറഞ്ഞ ഒരാളും അംഗീകരിച്ചില്ല. അത് പകുതി വരെ ഉണ്ടാവുള്ളൂ. ഓ, അത് കംപ്ലീറ്റ് ചെയ്യില്ല എന്നുള്ള ഇത്ര ഹെവി ആയിട്ടുള്ളതാണോ ബെയർ ചെയ്ത് പോണേ, അത് കാരണം. പക്ഷെ ഞങ്ങള് അപ്പോഴും ഒന്നും പറഞ്ഞില്ല, എന്തായാലും കംപ്ലീറ്റ് ആക്കണം. ഒരു പ്രാവശ്യമെങ്കിലും നമ്മളത് ഇറങ്ങിയിട്ട് അന്നെല്ലാവരും ഞങ്ങൾ 4 പേരും അവിടുന്ന് ഇവിടെ വരെ കംപ്ലീറ്റ് ചെയ്തു. അതെ, ഇപ്പൊ ഒരുപാട് ലേഡീസ് പറയുന്ന പോലെ ദിനം പ്രതി നമ്മുടെ ഓരോ മേഖലയിലും അവരുടെ ഒരു പ്രാതിനിധ്യം തെളിയിച്ചു വരുന്ന ഒരു അവസരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ചേച്ചിക്ക് എന്താ അത് അവരോട് പറയാനായിട്ടുള്ളത്? ഇപ്പൊ ഈ കുമ്മാട്ടിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇറങ്ങണം. കാരണം എന്താ വെച്ചാൽ ഒരു നല്ല കലയാണ്. അപ്പോ ആരും നിർബന്ധിക്കണ്ട, ഇഷ്ടം ഉണ്ടായിട്ട് ഇറങ്ങി തന്നെയാ നല്ലത്. ഓക്കെ ചേച്ചി, ഇപ്പൊ ഞാൻ വന്നപ്പോ പറയണ്ടായിരുന്നു നൊയമ്പൊക്കെ എടുത്തിട്ടാണ് ഇത് ചെയ്യണ്ടായിരുന്നെന്നുള്ളത്. ഈ പറയുന്ന പോലെ നൊയമ്പ് മാത്രമാണോ, അല്ലെങ്കിൽ ഈ പീരീഡ്സ് ടൈമില് ഒക്കെ ഇതിന് ഇറങ്ങാനായിട്ട് പറ്റുമോ? എങ്ങനെയാണ് ലേഡീസിന് അത്? പറ്റില്ല, ഇറങ്ങാൻ പറ്റില്ല. ഓക്കെ, ഭാഗ്യം വേണം. അതെ, ഓക്കെ. അത് ഓക്കെ, പീരീഡ്സ് ആയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ കുറെ പേര് അതുപോലെ തന്നെ പുലിക്കളിയില് സ്ത്രീ പ്രാതിനിധ്യം കൂടുതലായിട്ട് വരുന്ന ഒരു ട്രെൻഡ് നമ്മൾ കണ്ടു. എങ്ങനെ ഇനി അടുത്ത പ്രാവശ്യം ഇനി ഒരു പുലിയായിട്ട് ഇനി കാണാനായിട്ട് പറ്റുമോ? ഇല്ല, കുമ്മാട്ടിയിൽ തന്നെ തുടരാനാണ് ആഗ്രഹം. ഓക്കെ, ഇനിയിപ്പോ അജീഷേട്ടനിലേക്ക് ഇനി തിരിച്ചു വരാം കേട്ടോ. അജീഷേട്ടൻ കുറെ ബോംബുകളൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ് ഇരിക്കണത്. അജീഷേട്ടാ, ഇനി നമ്മുടെ വണ്ടിയുടെ കാര്യം നോക്കിയപ്പോഴാണ് എന്താ പറയാ, ദുരന്തമുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി വേണം, വണ്ടിയെ ഓടിക്കുന്ന ആൾക്കാരായിട്ടുള്ള നമ്മളൊക്കെ വേണം.
പക്ഷെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ MBDയുടെ ഫൈനും അവരുടെ ക്രൂശനങ്ങളൊക്കെ എങ്ങനെയാണ്, അതൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രളയം വന്നപ്പോ ഞാൻ അതുപോലെ ഒരുപാട് സഹായിക്കാൻ പോയിട്ട് പിന്നെ കഴിഞ്ഞപ്പോഴും മറന്നൂല്ലോ നമ്മളെ വണ്ടികളെ മറന്നു, ആ വെള്ളം മറ്റേ വഞ്ചിക്കാര് വന്നവരെ മറന്നു. അതുപോലെ ഇത് മറക്കരുത് എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. എന്നുവെച്ചാൽ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറച്ചൊന്നല്ല, ഞാനിപ്പോ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ തന്നെ 2 ദിവസം എന്റെ കൂടെ എന്റെ അയർക്കാന്ന് പറഞ്ഞിട്ടുള്ള എന്റെ ക്ലബിലത്തെ വണ്ടികളും ഉണ്ടായിരുന്നു. പക്ഷെ ആളുടെ വണ്ടി വെള്ളം കയറിയിട്ട് ഗിയർ ബോക്സിൽ വെള്ളം കയറിയിട്ട് കയറിയപ്പോ ആള് പോയി. പിന്നെയും എന്റെ വണ്ടി നിൽക്കാണ്ട് ഓടി ഓടുന്നു ഞാൻ തന്നെയായിരുന്നു. എന്നിട്ട് ഞാൻ അധികം ഞാൻ ഒരു ഭൂരിഭാഗം ഒരു 3/4 ആൾക്കാരെ കുണ്ടുപാറ, നെല്ലങ്കര, വൈലപ്പള്ളിന്ന് ഞാൻ കൊണ്ടുപോയിട്ടാണ് ഇവിടെ ആക്കിയിട്ടുള്ളത്. അതായത് സ്കൂളുകളും ക്യാമ്പുകളിലേക്ക് ആക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ വയനാട് പോകുമ്പോഴും ഞാൻ ഒരു വണ്ടി മാത്രമല്ല വയനാട്, ഞാൻ ഡീസൽ എത്തിക്കലും മാത്രം ഉണ്ടായിരുന്ന. പക്ഷെ വയനാട് ഈ ഒരുപാട് ഓഫ് റോഡ് വണ്ടികൾ, 10-70 ഓഫ് റോഡ് വണ്ടികൾ ഫസ്റ്റ് ദിവസം ആൾക്കാരെ കൊണ്ടുപോകാനും മിലിറ്ററിക്കാരായാലും ഈ ഇതേപോലെയുള്ള ഭൂമി, അതായത് ഒരു വണ്ടികളും പോലും പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടികൾ പോലും കയറി പോകാൻ പറ്റാത്ത ഭാഗത്താണ് ഈ ഓഫ് റോഡ് വണ്ടികൾ കയറിപ്പോയി ആൾക്കാരെ കൊണ്ടുവരലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരുപാട് പേര് അറിയാത്തവർ ഉണ്ടെന്ന്. ജോലിയും അവരുടേതായ സാമ്പത്തികം ഒക്കെ ചെലവാക്കിയിട്ട് വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ടെന്ന്. കുറെ പേരൊന്നും നമ്മുടെ മീഡിയയിൽ മുമ്പിലൊന്നും അറിയാണ്ട് പോണവരുണ്ട്. അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം നമ്മൾ, മനസ്സിലായി? അതുപോലെ ഇപ്പൊ ഞാൻ ഇത്രയും ദിവസം അടുപ്പിച്ച് ഓടിയ കാരണം എല്ലാ ചാനലുകാരും എല്ലാരും എന്നെ അറിയണത് കൊണ്ട് ഞാൻ ഇപ്പോ എന്റെ വണ്ടി, എന്റെ ഫോർച്യൂണർ, ഞാനല്ല, എന്റെ ഫോർച്യൂണർ, ആ വണ്ടി പെട്ടെന്ന് എല്ലാവർക്കും പബ്ലിസിറ്റി ആയി. അതുപോലെ ഓടിയിട്ടുണ്ട്. ഈ 1, 2, 3 ദിവസം ഓടിയിട്ടുള്ള ഒരുപാട് ഓഫ് റോഡ് വണ്ടികളുണ്ട്. അവര് പോലും ഡിപ്പാർട്ട്മെന്റ് മറക്കരുത് എന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ട് എനിക്ക്. അത്രയും കഷ്ടപ്പെട്ടു. ഞാൻ ഒരു സാധാരണ ഒരു വണ്ടി ഒന്നും ഈ ഇപ്പൊ ഫോർച്യൂണർ ആയിക്കോട്ടെ, കാറായിക്കോട്ടെ, കജോറ ആയിക്കോട്ടെ, എന്തായാലും ഈ സാധാരണ ഈ ദുരിത മുമ്പിലൊന്നും ആ വണ്ടി ഒന്നും കയറി പോവില്ല. ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടികൾ ഉണ്ടായിരുന്നു, ഫ്യൂവലിന്റെ ഇസൂസ് വണ്ടി ഉണ്ടായിരുന്നു, ടാറ്റയുടെ വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി പോലും കയറി പോകാത്തോടത്താണ് എന്റെ വണ്ടി കയറി പോണത്. അപ്പൊ അത് എന്റെ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, എംപ്റ്റി ടയർ ഇട്ടുണ്ട്, സ്നോർക്കൽ വെച്ചിട്ടുണ്ട്. അതിനൊക്കെയാണ് നമ്മുടെ സർക്കാർ നമുക്ക് എഴുതി ചാർജ് തരണത്. അങ്ങനത്തെ കുറച്ച് വണ്ടികൾക്ക് നമുക്ക് കേരള സർക്കാർ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്ത് തരണം. അതുപോലെ ഇനിയും അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ മുമ്പിൽ തന്നെ ഉണ്ടാവും. ഞങ്ങൾ ഒരാളും ബാക്കിലേക്ക് തിരിഞ്ഞു പോയില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ പെനാൽറ്റിയും ഇതൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ പിന്നിലേക്ക് പോവാണ്, അവരെ പേടിച്ചിട്ട് വരാണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വാല്യൂ, അതായത് ഇപ്പൊ നമ്മൾ പറയില്ലേ, ഈ ഓഫ് റോഡ് റൈഡേഴ്സ് അതുപോലെ നിങ്ങൾ ഈ വണ്ടിയൊക്കെ ഓടിച്ച് ഒരു പണിയില്ലാണ്ട് നടക്കുകയാണ്, ഇങ്ങനെ ഒരു ദുരന്തമൊക്കെ വരുമ്പോഴാണ് നിങ്ങളുടെയൊക്കെ വാല്യൂ ഞങ്ങൾ മാഡം പണിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഒരു പാഷനാണ് വണ്ടി, ഞങ്ങളുടെ ജീവൻ. ഞങ്ങൾ വേറൊരു ദുഷിതത്തിലൊന്നും നടക്കണമെന്നില്ല. അല്ല, സമൂഹം അങ്ങനെയാണല്ലോ നമ്മളെ കാണുന്നത്. കുറച്ച് കഴിഞ്ഞു കഴിയുമ്പോ പക്ഷെ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടെന്ന് തോന്നുമ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് കഴിഞ്ഞ് മറക്കാണ് ഞങ്ങള്. അതാണ് ഒരു ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ നമ്മളൊരു വണ്ടി, ഇപ്പൊ ഓഫ് റോഡ് വണ്ടി, ഞങ്ങൾ ക്ലബിൽ ഒരു മീറ്റപ്പ് വെച്ചാൽ തന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് പുലർച്ചയ്ക്കൊക്കെ എണിച്ചിട്ടാണ് ഞങ്ങള് കേരളം വിടണത്. കേരളം വിട്ട് തമിഴ്നാട് അട്ടോടത്തേക്ക് പോകുമ്പോൾ ഞങ്ങള് അവിടെ ഉള്ളവർ ഞങ്ങൾക്ക് തരുന്ന സ്വീകരണം എന്തൊരു സന്തോഷം എന്ന് പറയും. കേരളത്തിലേക്ക് വൈകുന്നേരം കള്ളന്മാരെ പോലെയാണ് ഞങ്ങൾ വരുന്നത്. കേരളത്തിൽ ഓടിക്കാൻ പേടിയാണ് ഞങ്ങൾക്ക്. എന്നാൽ ഇത് മിസ്യൂസ് ചെയ്യുന്ന കുറെ പേരുണ്ട് വണ്ടികൾ. ഞാൻ പറഞ്ഞില്ല, 10 എണ്ണത്തിൽ ഒരാൾ ചിലപ്പോ വണ്ടിയിൽ ഇപ്പൊ അന്ന് വെള്ളം നിറച്ചിട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ട് പോയിണ്ടായിരുന്നു. അതുപോലെ കുറെ പേര് മിസ്യൂസ് ചെയ്യണവരുണ്ട്. പക്ഷെ അതിൽ ഞങ്ങൾ എന്ത് പഴിച്ചു? ഞങ്ങൾ ഇത് നല്ല രീതിയിൽ ഞങ്ങൾ ഇപ്പൊ ഒരു ക്ലബ്ബ് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ കുറെ പേരെ സഹായിക്കുന്നുണ്ട്, ഞങ്ങൾ ഒരു മീറ്റപ്പ് വെക്കുന്നു, അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഞങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ടോർക്ക് 0 എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തു. തൃശ്ശൂർ ഞങ്ങൾ ടോർക്ക് 0 എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫ് റോഡ് ക്ലബ് ഉണ്ട്. അതുപോലെ തന്നെ മലപ്പുറത്തുണ്ട്, കോഴിക്കോടുണ്ട്, വയനാടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഓഫ് റോഡ് ക്ലബ്ബുകൾ ഉണ്ട്. പക്ഷെ അതൊക്കെ പുറത്തേക്ക് വരാൻ പേടിയാണ് എല്ലാവർക്കും. ഇതേപോലെ വണ്ടികള് വീട്ടിൽ വന്നിട്ട് ചാർജ് ചെയ്യാണ്. എങ്ങനെയാ ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങളെ? എനിക്ക് വയനാട് എന്നെ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്തത് വളരെയധികം സന്തോഷം. എല്ലാ സാറുമാരും, ഡിപ്പാർട്ട്മെന്റ് ആയാലും MBDയിലത്തെ സാറും അങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോഴും. ഈ വയനാട്ടിൽ പോകുന്നതിന് മുന്നേ അവരെ ട്രീറ്റ് എങ്ങനെയായിരുന്നു? MBDനെ കണ്ട പേടിയാണ്. ആ ഒരു നെഴല് കണ്ട അവിടെ ഒതുക്കിടും. അപ്പൊ ഫൈൻ വരും? തീർച്ചയായിട്ടും. അജീഷേട്ടന് എത്ര ഫൈൻ കിട്ടിയിട്ടുണ്ടാവും? ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇതായിട്ട് വണ്ടി ചെയ്തിട്ടില്ല. ഞാൻ ഒരു മിഡിലാണ് വണ്ടി ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്റെ വണ്ടി ഇപ്പൊ എന്റെ വയനാട് പോയപ്പോ എന്റെ ബമ്പർ പൊളിഞ്ഞു. എന്റെ ബമ്പർ ശരിക്കും ഓഫ് റോഡ് ബമ്പർ അടിക്കാം. ഓഫ് റോഡ് ബമ്പർ അടിച്ചിട്ട് നമ്മുടെ അവിടെ കേരളത്തിൽ കൊണ്ട് നടക്കാൻ പറ്റില്ല. ഞാൻ വെച്ച് കഴിഞ്ഞാൽ ആ അടിയിലത്തെ ബമ്പറിന്റെ നെട്ടും കാര്യങ്ങളൊക്കെ പോയി, ഡീസലിന്റെ ടാങ്കിലിന്റെ അടിയിലത്തെ ഇത് ഊരി പോയി. അങ്ങനെ നമുക്ക് കുറച്ചും കൂടി ഓഫ് റോഡിന്റെ ഇതും കൂടി നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി സേഫ് ആയിരുന്നു എന്റെ വണ്ടി. അതൊന്നും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. എന്റെ വണ്ടി അത്യാവശ്യം പുറത്തേക്ക് ടയറൊന്നും ഇല്ലാത്ത രീതിയിൽ ആ ഒരു രീതിയിൽ ഞാൻ കൊണ്ട് നടക്കണത്. എനിക്ക് അങ്ങനെ ഒരു പെനാൽറ്റി ആക്കില്ല. ഞാൻ
ലൈറ്റിന് വരെ കവർ ഇട്ട് നിയമത്തിന്റെ ഒരു രീതി കീപ്പ് ചെയ്ത് പോണ രീതിയിലാണ് വണ്ടികൾ ഉള്ളത്. പക്ഷെ അത് കാരണം അത് ഇട്ട കാരണമാണ് കുറച്ചും കൂടി എന്റെ ഓഫ് റോഡിന്റെ ഈ ഇവിടേക്ക് ഒന്നും കൂടി വേണ്ട സംഭവങ്ങൾ എന്റെ വണ്ടിക്ക് വരാച്ചെങ്കിൽ വണ്ടിക്ക് ഇത്ര പണി വന്നേനില്ല. അപ്പൊ ഈ ബമ്പറൊക്കെ മാറേണ്ടി വന്നു. ഇപ്പൊ പുതിയ തലമുറയിൽ ഒരുപാട് പേര് ഈ ഓഫ് റോഡ് റൈഡേഴ്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അവരോട് എന്താ പറയാനായിട്ടുള്ളത്? സന്തോഷമല്ലേ നമുക്ക്? അതെ, വരട്ടെ. നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ. നമുക്കൊരു വണ്ടി എന്തില്ലെങ്കിൽ നമ്മൾ മനുഷ്യനല്ലാണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആക്റ്റീവായിട്ട് പോകാനുള്ള നമുക്ക് ഇഷ്ടം. വേറെ കൂട്ടുകെട്ടിലേക്കും കാര്യങ്ങൾക്കൊന്നും പോകണില്ലല്ലോ. നമുക്കൊരു മുടക്കുണ്ട് എന്തെങ്കിലും ഒരു വന്നെങ്കിൽ നമ്മുടെ വണ്ടിയിലെ സുഹൃത്തുക്കൾ വന്നു, വണ്ടീനെ കുറിച്ച് സംസാരിച്ചു, വണ്ടി എങ്ങനെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പോ തായ്ലാന്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വണ്ടികൾ കണ്ടിട്ട് ഞങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അത് എടുത്തിട്ടൊക്കെ ഞങ്ങൾ അവിടെ സന്തോഷിക്കുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തില് അതുപോലെ പണിയാനുള്ള കഴിവുള്ള ആൾക്കാരുണ്ട്. കേരളത്തിൽ അത്രയധികം വണ്ടികളെ ഓൾട്ടറേഷൻ ചെയ്യാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ ചില്ലറ കഴിവൊന്നല്ല, അത്രയും കഴിവ് ദൈവം അതിനുവേണ്ടി സൃഷ്ടിച്ചുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ ഒതുങ്ങിയൊക്കെ ഈ പേടിച്ചിട്ട് അത്രയും കഴിവുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിലല്ല, തൃശ്ശൂരുണ്ട്. വണ്ടി നമ്മൾ പേടിച്ചിട്ടാണോ അപ്പൊ ഒരു പുറത്തേക്ക് തീർച്ചയായിട്ടും നമ്മളിപ്പോ ജോലി ചെയ്ത് കിട്ടണ ഒരുവിധം പൈസയൊക്കെ നമ്മൾ വണ്ടിയും ഇറക്കിയിട്ടൊക്കെയാണ് നമ്മൾ പോണത്. ഫൈനും കൂടി കിട്ടിയിട്ട് അടയ്ക്കാനുള്ള മാർഗ്ഗമില്ല. കാണുമ്പോഴുള്ള ഷോ മാത്രമല്ല, ഉള്ളിൽ എന്തെങ്കിലും വേണ്ടേ, അത് അടയ്ക്കാനുള്ള മാർഗ്ഗമില്ല. അതെ, ഇതൊക്കെ കണ്ടിട്ട് ചിലപ്പോ ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, മിസ്യൂസ് ചെയ്യണവരെ പിടിച്ച് ചാർജ് ചെയ്യട്ടെ. അത് കീപ്പ് ചെയ്ത് പോണ ഒരുവിധം മിഡില് ആൾക്കാരെ ഒന്ന് കൂടെ നിർത്തണം എന്നാണ് എന്റെ ഒരു പ്രാർത്ഥന. അതെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്കൊരു പ്രചോദനമാവേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് പേര് ഈ ഒരു മേഖലയിലേക്ക് വരണം. വണ്ടി ഇപ്പൊ ഞാൻ പറയുന്ന വണ്ടിയും വലിയ ടയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വെറുതെ ഷോ കാണിച്ച് നടക്കുന്നത് പോരാ. ഷോ കാണിക്കാൻ ഫോട്ടോ ഷൂട്ട് നടന്നിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിഞ്ഞ് നമ്മളെല്ലാരും കൂടെ നിന്ന അതൊരു സന്തോഷം തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്റെ വണ്ടിയിൽ ഇപ്പൊ ഡീസലായി എന്ന് പറഞ്ഞാലും എനിക്കിത് പണം തീരാവുന്ന പ്രശ്നമാണ്. എനിക്ക് അത്രേ ഉള്ളൂ. നമുക്ക് പൈസ കൊടുത്താൽ ചെയ്യാം, പക്ഷെ അതിന് അക്രമം പോണ ആൾക്കാരെ അവസ്ഥ ആലോചിക്കുക, അത്ര ഉള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ. നമ്മൾ വണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടിട്ടിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ അങ്ങനത്തെ നമ്മുടെ വണ്ടിയിലെ കഴിവ് നമ്മളും കൂടി പരമാവധി യൂസ് ചെയ്യാൻ നോക്കണം. അപ്പൊ മറ്റുള്ളവർക്ക് ഒരു സഹായമായിരിക്കും. അപ്പൊ ചേച്ചിയും അജീഷേണ്ണും രണ്ടുപേരും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങൾ. കുമ്മാട്ടി വേറെ ഒരു ഇത്, ഓഫ് റോഡ് റൈഡിങ് വേറെ ഒരു ഇത്. ചേച്ചി എങ്ങനെയാണ് റൈഡിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ? യാത്രകൾ പോവാറുണ്ടോ? എല്ലാവരും പോവാറുണ്ട്. പോയിട്ടുള്ള യാത്രകൾ ഞങ്ങള് ട്രിപ്പാണ് മെയിൻ. നമുക്കൊരു ഗ്യാപ്പ് കിട്ടിയ വണ്ടി എടുത്ത് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പോവാ. അതാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾ പോകുമ്പോ എല്ലാവരും ഉണ്ടാവും. 9 പേര് 8 പേര് എന്റെ വണ്ടിയിൽ എല്ലാവരും, ഫാമിലി മക്കളായാലും ഞങ്ങളുടെ വൈഫായാലും ഞങ്ങൾ അങ്ങനെ ഒരു ഗ്യാങ് ആണ്. ശരി, അങ്ങനെ ഞങ്ങൾ എത്തിപ്പെടാത്ത സ്ഥലങ്ങൾ കുറവാണ്. ഇതൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഞങ്ങള് പോയിട്ടുണ്ട്. ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ആ ഒരു സ്ഥലം ഓഫ് റോഡ് ചോദിക്കാൻ ഉറുമ്പിക്കര, മലമണ്ട, അതൊക്കെ അടിപൊളി സ്ഥലങ്ങളാണ്. വാഗമണ്ണ് എനിക്ക് ഏറ്റവും കൂടുതൽ വാഗമണ്ണ്, ഇടുക്കി ജില്ലയോട് ഏറ്റവും കൂടുതലും ഒരു ഇഷ്ടം കൂടുതൽ. പെട്ടെന്ന് ആദ്യം ഇങ്ങനെയുള്ള പേരുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഞാൻ സ്ഥലം എന്ന് പറയുന്നത് പിന്നീട് പുള്ളി വാഗമണ്ണിലേക്ക് വന്നത് കേട്ടോ. അല്ല, ഇടുക്കി ജില്ലയിലുള്ളതാണ് ഈ മലമണ്ട ഏരിയ. മലമണ്ടൊക്കെ നമുക്കൊരു ശരിക്കും ഒരു മിനി സ്വർഗം എന്ന് പറയാം. അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വേറൊരു വൈബാണ്. പിന്നെ ഉറുമ്പിക്കര എന്ന് പറഞ്ഞാൽ ഓഫ് റോഡിലെ ഏറ്റവും കൂടുതൽ ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടെയാണ് ഉറുമ്പിക്കര. കയറി ചെല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ടാസ്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ചെന്നപ്പെടുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലം ചെല്ലുമ്പോഴേ നമുക്കതൊരു മനസ്സിലൊരു സന്തോഷമാണ്. ഈ യാത്രകളൊക്കെ ഈ പറയുന്ന പോലെയുള്ള ഈ സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള യാത്രകളൊക്കെ അതിന് വേണ്ട ചെലവുകളൊക്കെ നമ്മൾ തന്നെയാണോ വഹിക്കുന്നത്? ഞങ്ങളിപ്പോ പോവാ ഒരു ക്ലബ്ബ്, ഞങ്ങളൊരു മീറ്റപ്പ് വെക്കാന്നുണ്ടെങ്കിൽ ഒരു 10, 18, 20 വണ്ടികൾ ഉണ്ടാവും. ഞങ്ങൾ ഉണ്ടാവും. അപ്പൊ അസോസിയേഷനിൽ അതിനുള്ള ടോർക്ക് സീറോയിട്ട് പറഞ്ഞിട്ട് നമ്മുടെ ക്ലബ്ബ് ഉണ്ട്. അതിൽ 64 മെമ്പർമാരുണ്ട്. 64 വണ്ടികൾ, ഓഫ് റോഡ് വണ്ടികൾ ഉള്ളവർക്ക് മാത്രം മെമ്പർഷിപ്പ് ഉള്ളൂ. 4x4 വണ്ടി. അപ്പൊ അത് 64 പേരുണ്ട് ഞങ്ങള് എല്ലാരും കൂടി. അപ്പൊ ഞങ്ങളിപ്പോ മീറ്റപ്പ് ഇടാൻ വെച്ചാൽ എല്ലാരും ചിലപ്പോ പുറത്തായിരിക്കും. അങ്ങനെ മീറ്റപ്പ് ഇടുമ്പോ എങ്ങനെ പോലും 10, 20, 24 പേര് ഉണ്ടാവും. പോവാണ്ടാവും. ഈ വണ്ടിയില് പരീക്ഷണങ്ങൾ ഇങ്ങനെ നടത്താറുണ്ടോ? എന്തെങ്കിലുമൊക്കെ മാറി മാറിയുള്ള പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫ് റോഡിന് അങ്ങനെ പരീക്ഷണങ്ങൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ടാസ്ക്, അങ്ങനെയുള്ള മറ്റേ റേസ്, അങ്ങനെയുള്ള ഇതൊന്നല്ല. നമ്മളെ ഒരു ഡ്രൈവ് അത് മാത്രമേ നമ്മള് മിക്കണുള്ളൂ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കയറി ചെല്ലണു. അവിടെ ഏതെങ്കിലും ഒരു കോട്ടേജോ കാര്യങ്ങളോ നമ്മൾ എടുക്കും. ഇപ്പോ അവിടെ നമ്മൾ ഇപ്പോ ഉറുമ്പിക്കര കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ നമ്മൾ ഓറഞ്ച് വാലി എന്നുള്ള റിസോർട്ട് അങ്ങനെ നമ്മൾ നോക്കും. നമ്മൾ റേറ്റിംഗ് നോക്കും. അവിടെ ആദ്യം അവിടെ അറിയണ ഫ്രണ്ട്സുകൾ ഉണ്ടാവും. അവിടെ പോയി നോക്കി ഞങ്ങളൊരു ടീം 8 പേരും കൂടിയിട്ടാണ് നടത്തുന്നത്. ഞങ്ങൾ 8 പേരും കൂടി പോയി ആദ്യം പോയി സ്ഥലങ്ങളൊക്കെ നോക്കി സെറ്റ് ആക്കിയതിനു ശേഷം ഓക്കെ.
ഇത് ഞാൻ അതുപോലെ തന്നെ വീഡിയോ കണ്ടപ്പോഴേ ആ വെള്ളത്തിനുള്ളിൽ കൂടെ ഒക്കെ വണ്ടി ഓടിക്കണ കണ്ടിരുന്നു. അത് ഇവിടെയാ നമ്മുടെ ചെമ്പുകാവിലാണ്. ചെമ്പുകാവ്. ചെമ്പുകാവില് അത് ശരിക്കും എന്റെ ഗ്ലാസിന്റെ മുകളിലേക്ക് വരെ വെള്ളം എത്തി. അത് രാവിലെ തൊട്ട് ഞാൻ ആൾക്കാരെ മാറ്റി തുടങ്ങി. പ്രളയത്തിന്റെ സമയത്തല്ലേ ഇത് സംഭവിച്ചിട്ടുള്ളത്? 31-ാം തീയതി പുലർച്ചെ ആ ടൈമില്. അപ്പൊ നമ്മള് ഇവരോട് പറയുന്നുണ്ട് മാറുന്ന് പറയുന്നുണ്ട്. കുറെ പേരൊക്കെ നമ്മൾ മാറാണ്ട് നിൽക്കും. വെള്ളം ഇത്രയുള്ള കാൽമുട്ടിന്റെ അവിടെ വരെയുള്ള വെള്ളം എന്ന് പറയും. വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം പീച്ച് ഡാം അത്ര അധികം തുറന്നു. 72 സെന്റിമീറ്റർ കൂടുതൽ തുറന്നു. അപ്പൊ ഈ വെള്ളം വന്ന വരവ് പെട്ടെന്ന് അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത വെള്ളമായി കയറി വന്നത്. അപ്പൊ കഴുത്തിനൊപ്പത്തിന് വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫെയറിന്റെ സാറുമാർക്കൊന്നും ഈ ബോട്ട് ഉന്തി പോവാൻ പറ്റില്ല ഈ ഒഴുക്കി കൂടെ. അത്രയും ഒഴുക്കാണ്, പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ ബോട്ടൊന്നും പറ്റില്ല. ആ സമയത്ത് കുറെ കാലത്ത് ഉച്ചയ്ക്കൊക്കെ പറഞ്ഞ ആൾക്കാരൊന്നും കുറെ പേര് ബലം പിടിച്ചു നിന്ന ആൾക്കാരൊക്കെ വെള്ളം വന്നപ്പോ പേടിച്ചു തുടങ്ങി തീരെ. പിന്നെ ഒരാൾക്ക് ഒരു അമ്മാമ്മക്ക് ഷിവർ ചെയ്തിട്ട് ഒരു 105-ാമത്തെ നമ്പറിൽ പോയപ്പോഴാണ് എന്റെ ഇത്രയധികം വെള്ളം എനിക്ക് കയറാൻ കാരണം എന്റെ വണ്ടിയിലൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വണ്ടി ഓടിക്കുമ്പോ ഒന്നാമത് എനിക്ക് കാണണ്ടായിരുന്നില്ല ഫുൾ. എനിക്ക് ആ റോഡ് പരിചയമുണ്ട്, ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ട്. 3-4 കൊല്ലം ഞാൻ ആ ഏരിയയിൽ താമസിച്ചാണ്. എനിക്ക് ആ റോഡൊക്കെ അറിയണത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ റോഡ് അറിയാത്ത ഒരാളാന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു കായല് പോലെ കിടക്കണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലിന്റെ മുകളിലേക്ക് എനിക്ക് പിന്നെ നമ്മള് വണ്ടി ഓടിക്കുമ്പോ റോഡ് കാണില്ല. എനിക്ക് വെള്ളമായിരുന്നു കാണണ്ടായിരുന്നു. അത് ആ വീഡിയോയില് ശരിക്കും നോക്കി അറിയാൻ പറ്റും. ആ വെള്ളമാണ് കണ്ടായിരുന്നത്. ആ സ്റ്റിയറിംഗ് അത്രയും ബലം പിടിച്ച് നമ്മുടെ ജീവൻ തന്നെ പണയം വെച്ച് ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അജി ചേട്ടാ? ബാക്കിയുള്ളവർ ചെയ്യുന്ന നമ്മുടെ ജീവൻ അല്ലെന്നല്ലോ. അതുപോലെ ഈ മറ്റുള്ളവർ എത്ര ജീവിതങ്ങള് വയനാടെന്ന് ആലോചിച്ച് നോക്കിയേ. അവരോട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല മാം. അത്രയും നമ്മളൊന്ന് ജീവനെ നമുക്ക് ആ ഒരു പേടി പോലും ഇല്ലായിരുന്നു. എനിക്ക് ഉണ്ടായിരുന്നില്ല അവിടെ ആ സമയത്തൊന്നും ഒരു കാര്യമായിരുന്നില്ല. അതൊക്കെ നമ്മളെന്തോ ഒരു നിമിത്തം എന്നൊക്കെ മുകളിൽ എന്തോ ആരൊക്കെ ദൈവത്തിന്റെ സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ളൊരു ഇത് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട് മനസ്സിൽ. ആരൊക്കെ കുരുത്തോ കസ്റ്റമറിലേക്ക് എന്തൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഞാനൊക്കെ ഇതിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നിരിക്കുന്നത്. നമ്മുടെ പേഴ്സണൽ വിശേഷങ്ങൾ നമ്മൾ അധികം ചോദിച്ചില്ലായിരുന്നു. എന്താണ് മക്കളൊക്കെ എന്ത് പറയുന്നു, വൈഫ് എന്ത് പറയുന്നു, ഇതൊക്കെ അറിയാൻ. വൈഫ് ടീച്ചറാണ്. അലൈനില് ഭവൻസ് പേളില് ടീച്ചറായിട്ട് ഇപ്പോ ഒരു കൊല്ലം കഴിഞ്ഞു. ഈ കൊല്ലം 2ാമത്തെ കൊല്ലം ആളുകൾ. മൂത്ത ആള് +1, താഴെയുള്ള ആള് 9-ല്. പിന്നെ ചേച്ചിയുടെ മോൻ ഡിഗ്രി കഴിഞ്ഞു. റൂമിങ്ങിന്റെ ഇതിലേക്ക് 1 വർഷം കോഴ്സിന് ചേർന്ന് നോക്കണു. താഴെയുള്ള ആള് +2 കഴിഞ്ഞിട്ട് എന്താ പഠിക്കണ്ടെന്നുള്ളത് നോക്കി ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. അവരൊക്കെ കുമ്മാട്ടിക്ക് സപ്പോർട്ടാണോ? സപ്പോർട്ടീവ് ആണ്. കുമ്മാട്ടി ക്ലബിലുള്ള ആളുകളാണ്. ഇപ്പൊ നേരത്തെ ഒരു കാര്യം പറയാൻ കേട്ടു, മക്കള് കബഡിയിലെ വലിയ പുലികളാണെന്ന് കേട്ടു. മൂത്ത ആളും താഴെ ആൾക്കും ഇപ്പൊ സ്റ്റേറ്റ് സെലക്ഷൻ കിട്ടി കബഡി. സെന്റ് സ്കൂളിലെ പഠിപ്പിക്കണം ഓമന ടീച്ചറിന്റെ ഇതില. അപ്പൊ സെലക്ഷൻ കിട്ടി പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൊക്കോയിലുണ്ട്, ഫിൻസിംഗിലുണ്ട്. സ്പോർട്സില് അജീഷയുടെ എങ്ങനെയായിരുന്നു? സ്പോർട്സിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്ന ഒരാളായിരുന്നു. റേസ് ഓടിക്കണ്ടായിരുന്നു ബൈക്ക്. റൈസിംഗ് ആണ് എപ്പോഴും നമ്മുടെ ഒരു ക്രേസ് എന്ന് പറയുന്നത്. വണ്ടി ഭ്രാന്തൻ എന്നൊക്കെ പറയല്ലേ കൂടുതലായിരുന്നു. അതെ, റേസ് ഒരുവിധം അത്യാവശ്യം ഓടിച്ചിട്ടുണ്ട്. ഇപ്പോഴും മാസ്റ്റേഴ്സ് ബീച്ച് ഓടിക്കാറുണ്ട്. വണ്ടി ഉണ്ട്, റേസ് വണ്ടി ഉണ്ട്, കയ്യിലുണ്ട്. ബീച്ച് ഓടിക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. മറ്റുള്ളതൊന്നും ഓടിക്കാനുള്ള ഒരു മൈൻഡ് ഇല്ല. ചെറുതായിട്ട് കാറിലേക്കും കടക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. കാർ ഓടിക്കണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ ഇനിയും എന്തെങ്കിലുമൊക്കെ എന്താ പറയാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് അജീഷ് ചേട്ടനെ അവിടെയൊക്കെ കാണാം അല്ലെ ചേച്ചി? വലിയ വലിയ തലങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ടും ആൻഡ് ചേച്ചിക്ക് വനിതകൾക്കൊക്കെ ഒരു പ്രചോദനമായിട്ട് മാറാനും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.